നമ്മുടെയൊക്കെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഫീഡുകൾ എടുത്തു നോക്കിയാൽ നമ്മെ പിടിച്ചിരുത്തുന്നവയാണ് പെർഫെക്റ്റ് ഫിസിക്, ഓവർനൈറ്റ് ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോകൾ. എന്നാൽ ഈ അതിശയിപ്പിക്കുന്ന ട്രാൻസ്ഫോർമേഷന് പിന്നിൽ നിശബ്ദവും വളരെ അപകടകരവുമായ ഒരു പ്രവണത വളർന്നു വരുന്നുണ്ട്: അനബോളിക് സ്റ്റിറോയിഡുകളുടെ ഉപയോഗം. അനബോളിക് സ്റ്റിറോയിഡുകൾ എന്നത് ടെസ്റ്റോസ്റ്റെറോണിന്റെ സിന്തറ്റിക് പതിപ്പുകളാണ്. അവ പേശിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും ഇന്ധനം നൽകുന്ന ഒരു ഹോർമോണാണ്. മസിൽ ലോസിനും ഹോർമോണൽ ഇംബാലൻസിനുമാണ് അനബോളിക് സ്റ്റിറോയിഡുകളെ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഇന്ന് അവ ജിമ്മുകളിലേക്കും ലോക്കർ റൂമുകളിലേക്കും കടന്നു വന്നിരിക്കുന്നു. ഇവ തരുന്ന വാഗ്ദാനം ക്വിക്ക് റിസൾട്ട്സ്, എന്നാൽ യാഥാർത്ഥ്യമോ വർഷങ്ങളോളം വില കൊടുക്കേണ്ടി വരുന്ന ഒരു ശരീരം. അനബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്ന ആദ്യ ആഴ്ചകളിൽ വരുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായി തോന്നാം. മസിൽ സ്വെൽ ചെയ്യുകയും റിക്കവറി സ്പീഡപ്പ് ആവുകയും സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നു. എന്നാൽ ശരീരം ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുന്നു. മുഖക്കുരു, എണ്ണമയമുള്ള ചർമ്മം, മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, അഗ്രഷൻ, ബ്ലോട്ടിംഗ്, ഉയർന്ന BP മുതലായ സിംറ്റംസ് കാണിക്കുന്നു. സ്റ്റിറോയിഡ് നിങ്ങളുടെ ബോഡിയെ ഓവർ ഡ്രൈവ് ചെയ്യുന്നു. നിങ്ങളുടെ ലിവറും ഹാർട്ടും ഹോർമോൺസും അവയുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. പ്രോഗ്രസ് ആണെന്ന് ഇവിടെ കരുതുന്നത് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് തരുന്ന അലാമാണ്. സ്റ്റിറോയിഡ് ഒരുപാട് നാൾ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ടവ ഹോർമോണൽ ഇംബാലൻസ്. നാച്ചുറൽ ടെസ്റ്റോസ്റ്റെറോണിന്റെ ഉൽപാദനം നിലയ്ക്കുന്നു. ബീജങ്ങളുടെ എണ്ണം കുറഞ്ഞ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. രക്തം കട്ടിയാവുകയും ധമനികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അത് ചെറുപ്പക്കാരിൽ പോലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നു. കരൾ തകരാറുകൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ്. അനബോളിക് സ്റ്റിറോയിഡുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ അഡിക്റ്റഡ് ആവുന്നത് ഈ മരുന്നിനോട് മാത്രമല്ല, അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന പ്രതിച്ഛായയോടുകൂടിയാണ്. ഇത് നിർത്തുമ്പോൾ ഇവർ സോഷ്യൽ വിഡ്രോവൽ, വൈകാരിക തകർച്ചകൾ നേരിടുന്നു. പഠനങ്ങൾ പറയുന്നു ഏകദേശം 30% അനബോളിക് സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നവർ ഇതിന്റെ ഗുരുതരമായ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലരും സ്ഥിരമായ ഹോർമോൺ തകരാറുകൾ അനുഭവിക്കുന്നു. ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യം എന്നത് അനബോളിക് സ്റ്റിറോയിഡുകൾ നിങ്ങളുടെ മുഴുവൻ ശരീരത്തിനെയും പ്രവർത്തന രീതിയെ മാറ്റുന്നു എന്നതാണ്. അനന്തരഫലങ്ങളില്ലാതെ ഇവ നിർത്തുന്നത് അസാധ്യമാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.